തിരുവനന്തപുരം നെടുമങ്ങാട് വഴയില റോഡിലാണ് ഏതാണ്ട് 8 മണിയോടുകൂടി വലിയൊരു ആൽമരം കടപുഴകി വീണ അപകടമുണ്ടായിരിക്കുന്നത്. ഒരു കാറിന് മുകളിലൂടെ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലൂടെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആൽമരം കടപുഴകി വീണിരിക്കുന്നത്. വളരെ വലിയ ഒരു ആൽമരമാണ്. നമുക്കിവിടെ ബാക്കി ഇനി കാണാൻ കഴിയുന്നത് അതിന്റെ വേര് ഭാഗം മാത്രമാണ്. ആ വേര് ഭാഗം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വലിയ ഒരു ആൽമരമായിരുന്നു കടപുഴകി വീണിരുന്നത് എന്ന്. ഇത് ഒരു കാറിന് മുകളിലേക്കാണ് ആ സമയത്ത് വന്ന് വീണത്. ആ സമയത്ത് കാറിൽ ഒരാളുണ്ടായിരുന്നു. തൊളിക്കോട് സ്വദേശിനിയായിരുന്ന മോളിയാണ് ആ സമയത്ത് കാറിൽ ഉണ്ടായിരുന്നത്. ആ ഒരു കാറിന് മുകളിലേക്കാണ് ഈ മരം വന്ന് വീണത്. ഈ മരം വീണ സമയത്ത് ആ കാർ പൂർണ്ണമായും തന്നെ ഈ മരത്തിനടിയിലായിരുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്കൊപ്പം തന്നെ മറ്റൊരു ആളുകൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഈ മരം കാറിന് മുകളിലേക്ക് വീണത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ മോളിക്ക് ജീവൻ ഉണ്ടായിരുന്നു. പിന്നാലെ തന്നെ അവരെ നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും നിരവധി വാഹനങ്ങൾ ഇതിനടുത്തായി തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ വാഹനങ്ങൾക്കുമൊക്കെ തന്നെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഒരു കാർ ഉണ്ടായിരുന്നു, ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെയും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് പ്രകാരം അതുപോലെ തന്നെ ഒരു ചായക്കടയുണ്ട്. സാധാരണ ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് നിരവധി ആളുകൾ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് പച്ചക്കറി വാങ്ങാനാണെങ്കിലും അതുപോലെ തന്നെ ചായ കുടിക്കാനാണെങ്കിലും ഒക്കെ ഇവിടെ ആളുകൾ വന്ന് നിൽക്കാറുള്ളതാണ്. അത്തരത്തിൽ ഇന്ന് ഈ 2 കടയും അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു അപകടം ഒഴിവായത്. അല്ലാത്ത പക്ഷം നിരവധി ആളുകൾ ഇവിടെ വന്ന് നിൽക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ആ കട ഉണ്ടായിരുന്നില്ല. അല്പസമയം മുമ്പ് ആ കടയുടെ കടയിൽ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ ഇന്ന് കട തുറക്കാത്തത് കൊണ്ടാണ് അവർ അപകടത്തിൽ പെടാതിരുന്നത് എന്ന് പറഞ്ഞു. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചില ആളുകളുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് നിങ്ങളെ കാണുന്ന സമയത്ത് ഈ സ്ത്രീക്ക് ജീവൻ ഉണ്ടായിരുന്നു? ഇല്ല 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 അപ്പോഴേ അതിനകത്ത് ഇരിക്കുമ്പോഴേ ഞാൻ എൻ്റെ കാറിൻ്റെ മേളിലൂടെ കയറി കയ്യിൽ പിടിച്ച് നോക്കിയപ്പം ഒരു റെസ്പോൺസും ഇല്ല. ഈ തലഭാഗം ഒരു സൈഡ് കാണാമായിരുന്നു. മുഖത്ത് ഇങ്ങനെ തട്ടിയെന്ന് നോക്കിയിട്ട് ഒരു റെസ്പോൺസും ഇല്ല. അതുപോലെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗം വളരെ നേരം, അതുകൊണ്ട് ഒരു 3/4 മണിക്കൂറോളം വളഞ്ഞു തന്നെ ഇരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ മേളിലുള്ള ഷീറ്റിലാണ് ഈ തടി വന്ന് ഞെരുങ്ങിയത്. കൂടെ ഉണ്ടായിരുന്ന ആളെ സമയത്ത് പുറത്തായിരുന്നല്ലേ? പുള്ളി ഇവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വണ്ടിക്കകത്തിരുന്ന്. അടുത്ത് ഓംപ്ലേറ്റ് എന്തോ ഓർഡർ ചെയ്ത് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പുള്ളി പുറത്തിറങ്ങിയപ്പോഴാണ് ആ സമയത്താണ് ഇത് വീഴുന്നത്. പുള്ളിയുടെയും ദേഹത്തൂടെ വീണു. ഷോൾഡറെല്ലാം എന്തോ ഒന്ന് അടിച്ചു. ഷോൾഡറിന് ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും പുള്ളി രക്ഷപ്പെട്ടു. എന്തായാലും ജീവൻ രക്ഷപ്പെട്ടു. മറ്റു വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നല്ലേ? അതെല്ലാം തന്നെ കേടുപാട്. ആ വണ്ടിക്ക് പുറകിലായിട്ട് ഒരു ഓട്ടോറിക്ഷ, ഒരു 2 കാറ്, സ്കൂട്ടർ ഇതൊക്കെ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഒരു കാറിന് ഇത്തിരി ഡാമേജ് ഉണ്ട്. പിന്നെ ആളിന് അപകടമില്ല, വണ്ടിക്ക് ഡാമേജ് ഉണ്ട്. ഇത് വലിയൊരു മരം തന്നെയാണല്ലേ വീണിരിക്കുന്നത്? തീർച്ചയായിട്ടും വലിയ മരം തന്നെയാണ്. ഇത് എന്നേ പൊഴുതു മാറ്റേണ്ട ഒരു സംഭവമായിരുന്നു. ഈ റോഡിൽ കിടക്കുന്ന എല്ലാ മരങ്ങളും ഇനിയെങ്കിലും ഇത് പൊഴുതു മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവിടെയല്ല, ഈ ദേശീയപാതയിൽ നിൽക്കുന്ന എല്ലാ വലിയ മരങ്ങളും ഒരു ദീർഘവീക്ഷണത്തോടെ ഈ ഗവൺമെൻറ് കാണണം. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയാലേ പറ്റുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു ഇതുണ്ടാവണം. ജനങ്ങളുടെ ജീവൻ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഏത് ഗവൺമെൻറ് ആയാലും ജീവൻ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഞാൻ കണ്ടില്ലേ ആ മഴിഞ്ചാൻ തോട്ടിൽ, അതുപോലെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരോ സംഭവങ്ങൾ. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് എല്ലാം ഒറ്റക്കെട്ടാറ്റിൽ നിന്ന് ഇതിനെ മാറ്റിയേ പറ്റുള്ളൂ. എങ്കിലും ഈ മരം മെനഞ്ഞാന്നെടുത്തൊരു ഫോട്ടോ കാണണം. പക്ഷേ ഒരു ചരിവ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇതിന്റെ മൂട്ടിൽ വല്ലപ്പോഴും കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ്. നിരവധി കടകളും അതിന്റെ താഴെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവർ 1-2 പേര് കൂട്ടിയിട്ട് പോയി. 4 കടകളും ഉണ്ട്. പക്ഷേ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ടാണ് ഒരു കട മാത്രമേ ഉള്ളൂ. ഒരു ചായക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു ചായക്കടയിൽ ഒരു മലക്കറി കട തുറന്നില്ല. മലക്കറി കടകളിൽ ഏറ്റവും കൂടുതൽ ആൾ വരുന്നത്. അതൊന്നും തുറക്കാത്തത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായി കിട്ടിയത്. ഈ അപകടത്തിൽപ്പെട്ട ആളുകൾ ഈ നാട്ടിലുള്ളവരാണ്, നിങ്ങൾ അറിയുന്നവരാണ്? ഇവിടെ ഉള്ളതല്ല, ആനപ്പെട്ടിയിലുള്ളതാണ് അറിയുന്നത്. ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവർ എന്നാണ് നമ്മൾ അറിഞ്ഞത്. ആ നാട് ഉള്ള ഡ്രൈവറാണ്, വിതിര ഡിപ്പോയിലുള്ള ഡ്രൈവർ. മറ്റേ കുട്ടി എന്ന് പറയുന്നത് ആനപ്പാറ എന്നാണ്. ഈ പുള്ളിയുടെ വണ്ടി KSRTC വണ്ടിയിൽ സ്ഥിരം കയറുന്ന ആളായതുകൊണ്ട് വഴയിൽ നിന്ന് കയറ്റിക്കൊണ്ടുവന്നതാണ്. ഒരു
എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു വീട്ടിലുള്ള അല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത്രയും വലിയൊരു കൂറ്റൻ ആൽമരമാണ് കടപുഴകി വീണിരിക്കുന്നത്. ഏതാണ്ട് 8:30 കൂടി തന്നെയാണ് ഇത് കടപുഴകി വീണിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. 10:30 അടുക്കുകയാണ് സമയം. അപ്പോഴും ഈ മരം പൂർണ്ണമായും തന്നെ ഇവിടുന്ന് എടുത്ത് മാറ്റുവാൻ സാധിച്ചിട്ടില്ല. 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തി ഈ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നാട്ടുകാരും, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, നാട്ടുകാരും എല്ലാവരും തന്നെ ഇവിടെ എത്തിക്കൊണ്ടാണ് ഈ ഇത്തരത്തിലൊരു മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ മരം പൂർണ്ണമായും റോഡിൽ നിന്ന് എടുത്തു മാറ്റുവാൻ സാധിച്ചിട്ടില്ല. അല്പസമയം മുമ്പ്, ഏതാണ്ട് ഒരു 5 മിനിറ്റ് മുമ്പാണ് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഈ മരം ഏതാണ്ടൊക്കെ ഒരു ഭാഗമൊക്കെ ഈ റോഡിൽ നിന്ന് എടുത്തു മാറ്റി ഗതാഗതം അല്പസമയം മുമ്പാണ് പുനഃസ്ഥാപിച്ചത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ അപകടത്തിൽപ്പെട്ട ഓൾട്ടോ കാറിന്റെ ദൃശ്യങ്ങളാണ്. ഈ ഭാഗത്തായിട്ടാണ് മരണപ്പെട്ട മോളി ഇരുന്നിരുന്നത്. ഇതിന് മുകളിലേക്കാണ് ഈ മരം വന്ന് വീണത്. ഈ ആളുകളൊക്കെ തന്നെ മോടി എത്തുന്ന സമയത്ത്, ഇത് നിർത്തിയിട്ടിരുന്ന വാഹനം തന്നെയാണ്, ഈ ആളുകളൊക്കെ തന്നെ മോടി എത്തിയിരുന്ന സമയത്ത് പൂർണ്ണമായും തന്നെ ഈ കാറിന് മുകളിലേക്ക് മരം വീണ ഒരു അവസ്ഥയായിരുന്നു. പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുവാനുള്ള ശ്രമങ്ങളൊക്കെയും ആളുകൾ നടത്തി. പക്ഷെ നമ്മൾ കണ്ടതാണ്, ഇത്രയും വലിയൊരു ആൽമരമാണ് വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് സംഘവും ഉടൻ തന്നെ എത്തി. ഈ കാർ ഏതാണ്ട് പൂർണ്ണമായും തന്നെ പൊളിച്ചാണ് മോളിനെ പുറത്തെടുത്തത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. നാളെയായിരിക്കും ഇനി മോളിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക എന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കളൊക്കെ തന്നെയും വരേണ്ടതുണ്ട്. തൊളിക്കോട് സ്വദേശിനിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടത്തിൽ മരിച്ചിരിക്കുന്ന മോളി. അപ്പോൾ മോളിയുടെ ബന്ധുക്കൾ വരേണ്ടതുണ്ട്. അപ്പോൾ നാളെ ഇന്ന് വൈകിട്ടോടുകൂടി അവരെത്തും. നാളെ മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം മറ്റ് നടപടികളിലേക്കൊക്കെ തന്നെയും കടക്കുക. അല്പസമയം മുമ്പാണ് ഈ പൂർണ്ണമായും തന്നെ മരത്തിൻ്റെ, നമുക്ക് ആ ദൃശ്യങ്ങൾ അവിടെ നമ്മൾ നിന്നപ്പോൾ കണ്ടതാണ്. ഏതാണ്ട് വലിയ ഒരു മരത്തിൻ്റെ ഒരു കുറ്റിഭാഗം ഇനിയും അവിടെ റോഡിനോട് ചേർന്ന് തന്നെ നിൽക്കുകയാണ്. അത് എടുത്തു മാറ്റാൻ JCB അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരും ഈ അപകടം നടന്ന സമയം മുതൽക്ക് തന്നെ ഫയർഫോഴ്സിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ മരം റോഡിൽ നിന്ന് മുറിച്ചു മാറ്റി ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഏതാണ്ട് ഒരു 5 മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിൽ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഇവിടെ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ആളുകൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ മറ്റ് പല കടകളും ഇവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പച്ചക്കറി കട ഉണ്ടായിരുന്നു, ഒരു ചായക്കട ഉണ്ടായിരുന്നു, അങ്ങനെ നിരവധി കടകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ കടയൊക്കെ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് അടച്ചിട്ടിരുന്നതിനാലാണ് ഇവിടെ ആളുകൾ ഉണ്ടാകാതിരുന്നത്. സാധാരണ ദിവസങ്ങളിൽ ഈ സമയത്തൊക്കെ നിരവധി പേര് പച്ചക്കറി വാങ്ങാൻ വരികയും ഒക്കെ തന്നെയും ചെയ്തിരുന്നതാണ്. അവരാരും തന്നെ ഇല്ലാതിരുന്നതിനാലാണ് വലിയൊരു അപകടം ഉണ്ടായത്. ഈ ഒരു ഓൾട്ടോ കാർ മാത്രമല്ല, മറ്റ് ഇതിന് സൈഡിലായി നിർത്തിയിട്ടിരുന്ന മറ്റ് പല വാഹനങ്ങൾക്കും, പ്രത്യേകിച്ച് മറ്റൊരു കാറുണ്ട്, അതുപോലെ തന്നെ ഒരു സ്കൂട്ടി, ഒരു ബൈക്ക്, ഒരു ഓട്ടോറിക്ഷ, ഇതിനൊക്കെ തന്നെയും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ മരം കടപുഴകി വീണതോടുകൂടി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വൈദ്യുതി പൂർണ്ണമായും തന്നെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം 11 kV അടക്കം എല്ലാ ലൈനുകളും കട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വൈദ്യുതി അടക്കം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. നിലവിലിപ്പോൾ ഗതാഗതം ഭാഗികമായിട്ടാണെങ്കിലും ഇവിടെ കൂടെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ മരത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്ന മരമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥിരമായി ആളുകളൊക്കെ തന്നെയും, ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെയും ഇവിടെ വന്ന് ഈ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുകയും ഇതിൻ്റെ തൊട്ടടുത്തായുള്ള കടയിൽ നിന്ന് ചായ വാങ്ങി കുടിക്കുകയും പച്ചക്കറി വാങ്ങി അതിൻ്റെ തണൽ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ അപകട ഭീഷണി ആയിരുന്ന ഒരു മരമല്ല, പക്ഷേ എന്നിരുന്നാലും ഒരു കൂറ്റൻ മരമായിരുന്നു. അത് നേരത്തെ മുറിച്ചു മാറ്റേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി ഇപ്പോൾ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും തിരക്കുള്ള ഒരു റോഡ് സൈഡിൽ നിൽക്കുന്ന മരം നേരത്തെ മുറിച്ചു മാറ്റേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി നാട്ടുകാർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. തന്നെയായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് വൈകിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെയും നമ്മൾ കണ്ടതാണ്, ജോയിയുടെ അടക്കം സംഭവങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അത്തരത്തിലുള്ള വീണ്ടും ഒരു ദാരുണമായ സംഭവം കൂടി വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്.